ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ? അവിടെ മഴയുണ്ടോ? ഇവിടെ മഴയാണ് കേട്ടോ. വെയിലും മഴയും കൂടെയാണേ. രാവിലെ വെയിലറിക്കും, വൈകിട്ട് മഴ, അങ്ങനെ ഒരു രീതിയാണിപ്പം. അപ്പോൾ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കിയത് പാലപ്പവും ഗ്രീൻ പീസ് കറിയുമാണ്. ഇതിപ്പോൾ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. പെട്ടെന്ന് ഒരു സിമ്പിളായിട്ടൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുത്താണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിക്കണം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടെറസിൽ വന്നതാണ്. അപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട്. രാവിലെ വെയിലുണ്ട്, നന്നായിട്ടല്ല എന്നാലും വെയിലുണ്ട്. അപ്പോൾ നമുക്ക് തുണി വിരിച്ചേക്കാമെന്ന് ഞാൻ പറഞ്ഞ കാര്യം, അഥവാ മഴ വീഴുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പം രാവിലെ വെയിലെറിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ടെറസിൽ നല്ല വെയിലാണ്. അതുകൊണ്ട് ഉള്ള വെയിലത്ത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ചെറിയ മഴക്കാറ് ഇടയ്ക്ക് കാണുന്നുമുണ്ട്, എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് വന്നെടുക്കാമല്ലോ. അങ്ങനെ അതെല്ലാം ഒന്ന് അനുക്കുട്ടി തന്നെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുക്കുട്ടി പറഞ്ഞ് ഞാൻ വിരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അനുക്കുട്ടിയാണ് ഇവിടെ വിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോൾക്ക് നാളെ കൊച്ചിയിലേക്ക് പോകേണ്ടതാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. 6 മാസത്തെ ഒരു കോഴ്സുണ്ട്. അപ്പോൾ മോൾക്ക് അങ്ങോട്ട് പോകേണ്ട ഡേറ്റ് നാളെയാണ്. അപ്പോൾ അവിടെ പോകേണ്ടതുകൊണ്ട് നാളത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്യണം മോള്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നിട്ട് ഞാൻ കുടിവെള്ളത്തിന് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അരി തിളച്ചിട്ടില്ല. അരി ഇട്ടിട്ടാണ് ഞാൻ തുണി വിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയത്. തിളച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. മീനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ തന്നെയാണ്. മീൻ വാങ്ങുന്ന കാര്യം ഇപ്പോൾ നമുക്ക് മടി തോന്നും. കാര്യം വെച്ചാൽ ന്യൂസിലിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് മീൻ വേങ്ങണ്ടെന്ന് തന്നെ തോന്നണതേ. അപ്പോൾ പീച്ചിങ്ങ ഉണ്ടായിരുന്നു, അത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊള്ളിക്കാം. പിന്നെ മുരിങ്ങക്കോല് ചാറ് വെക്കാമെന്നും പറഞ്ഞാൽ എടുത്ത് വെച്ചത്. പക്ഷേ ആനിക്കുട്ടി പറഞ്ഞ് നമുക്ക് മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ട് നമുക്ക് മോര് കാച്ചാന്ന് പറഞ്ഞ്. അപ്പോൾ മാങ്ങ എടുത്ത് വെച്ചപ്പോൾ മാങ്ങ ചെനച്ചാണ്. പിന്നെ അത് മുളകിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ചമ്മന്തി ആക്കാം. മുട്ട ഇരിപ്പുണ്ട്, മുട്ടയും കൂടെ പൊരിച്ച് അങ്ങനെ ഉച്ചയ്ക്കുള്ള ഊണ് അങ്ങനെയൊക്കെ ആക്കാമെന്നൊക്കെ കരുതിയാണേ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഊണെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ മക്കളുമായിട്ട് കുറച്ച് സമയമൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മുളക് വാങ്ങിയിട്ട് വന്നിട്ട് മോന് വലിയ ഇഷ്ടമാണ് ബജിയെ. അപ്പം ഞാൻ പിന്നെ ഒരു 3 മുളക് അരിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ആയിട്ട് മുറിച്ചിട്ട് ബജി ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഞാനത് ആദ്യം ഉണ്ടാക്കിയ 3 കഷ്ണം ഞാൻ മോന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടായിരുന്ന 3 പീസും കൂടെ ഞാൻ 2ആയിട്ട് മുറിച്ചിട്ട് മാവിൽ മുക്കി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം കഴിച്ചോളാം എന്ന് പറഞ്ഞു. കാര്യം ഇവിടെ മോൻ മാത്രമേ ബജി മുളക് കഴിക്കുകയുള്ളൂ, വേറെ ആരും കഴിക്കില്ല. ചേട്ടായിയും കഴിക്കില്ല, മക്കൾ 2 പേരും പിന്നെ കഴിക്കത്തില്ല, ഞാനും കഴിക്കില്ല കേട്ടോ. കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ട ദിവസം കൂടിയായിരുന്നു. പക്ഷെ അന്ന് ഡോക്ടർ ഇല്ലാഞ്ഞുകൊണ്ട് അന്ന് പോയില്ല. പിന്നെ അച്ഛനും മോനും കൂടെ ഒന്ന് പുറത്ത് പോകണമായിരുന്നു. പടിഞ്ഞാറ് നമ്മുടെ വീടിനടുത്ത് അവിടെയൊക്കെ ഒന്ന് നോക്കണം. കാര്യം കാറ്റും മഴയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അവിടെയൊക്കെ വീടൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരാമെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിയതാണേ. പിന്നെ ഞാൻ വീടിൻ്റെ സൈഡിനൊക്കെ നോക്കിയപ്പോൾ ഈ മഴ പെയ്ത കാരണം ശരിക്കും പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. കിണറിൻ്റെ ഭാഗത്തും എല്ലായിടത്തും പുല്ലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിണറ്റിലെ വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇവിടെ അവിടെ ഹൗസ് ഓണർ അവർ നേരത്തെ നനയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളമൊന്നും ഉപയോഗിക്കാറില്ല. നമുക്കിവിടെ ബോർവെല്ലുള്ളതുകൊണ്ട് നമ്മൾ ആ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് നമുക്ക് പൈപ്പ് വെള്ളമുണ്ട്, ജപ്പാൻ വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് തന്നെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് വെറുതെ ആയി കേട്ടോ. പിന്നെ അതേ നോക്കിയപ്പോഴുണ്ട് നല്ല മഴക്കാറ് വെക്കുന്നത്, ഒരു രക്ഷയില്ല. പിന്നെ ആ പണി പിന്നത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ദേ കണ്ട പെട്ടെന്ന് തന്നെ മഴക്കാറ് വെച്ചപ്പോഴത്തന്നെ നല്ല വലിയ തുള്ളി തന്നെയാണ് താഴെ പതിച്ചത്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. നാളെ മോൾക്ക് കൊച്ചിയിലേക്ക് പോകേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണേ. കണ്ണനും അനുക്കുട്ടിയും കൂടെയാണ് കൊണ്ടാക്കുന്നത്. നാളെ അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പം നാളെ ഒന്ന് പോയി നോക്കിയിട്ട് യാത്രയൊക്കെ എങ്ങനെയാണ്, എത്ര ദൂരമുണ്ട്, പിന്നെ ഈ മഴയൊക്കെ ആയത് കാരണം ഓൺലൈൻ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം എന്നൊക്കെയാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. കണ്ണൻ എന്ന് പറഞ്ഞത് മോനെയാണ് കേട്ടോ. ഞാൻ കാര്യം വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ണൻ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കത് മനസ്സിലായി കാണുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ഞാനെപ്പോഴും മോനെന്നേ പറയാറുള്ളൂ. അപ്പോൾ മോനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കണ്ണൻ എന്നാണ്. മഴ ശരിക്കും പെയ്തിട്ടുണ്ടായിരുന്നു, തറയൊക്കെ നന്നായിട്ട് തണുത്ത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കറി എന്നാ വെക്കുമെന്ന് ഇങ്ങനെ ഒരു ആലോചനയായി. അപ്പോൾ മുട്ട ഉണ്ടായിരുന്നത് 2 മുട്ട ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വൈകിട്ട് നമുക്കൊന്ന് മുട്ട വാങ്ങിച്ചിട്ട്
ഇച്ചിരി എരിവ് കൂട്ടിയിട്ട് തന്നെ മുട്ടക്കറിയാക്കാം, ചോറിന് അതാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടായിയോട് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു അന്ന് ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം, തൊട്ടടുത്ത് നമുക്കൊരു കടയുണ്ട്, അപ്പോൾ ആ കടയിൽ പോയിട്ട് പച്ചക്കറിയും വേണം മുട്ടയും വേണം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടായി ഇതേ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ വൈകിട്ട് ഞാൻ കറി ഉണ്ടാക്കിയാൽ മതി, ഉച്ചയ്ക്കത്തെ കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട്, ആ മുട്ടക്കറി മാത്രം നമുക്കിനി ചെയ്താൽ മാത്രം മതി. അപ്പോൾ ധ്യാനിക്കുട്ടിയുടെ മുടി പിന്നിക്കൊടുത്തത് നന്ദേണേ. ഇത് +2 പഠിക്കുമ്പം ഇതുപോലെ മുടി പിന്നിയിട്ടൊക്കെ ഇരുന്ന് യൂണിഫോമൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഇത് ഇങ്ങനെ പിന്നിയിട്ടപ്പോൾ ആ ഒരു ഫീല്. അപ്പം ഞാനത് പറയായിരുന്നു നന്നായിട്ടുണ്ടെന്ന്. അപ്പം നന്ദക്ക് ഇങ്ങനെ പിന്നിടാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ മുടി മുറിച്ച് കളയും. മുടിക്ക് നീളം വെച്ച് ഇങ്ങോട്ട് വന്ന ഉടനെ മുടിയുടെ തുമ്പ് ഇങ്ങനെ വെട്ടി കൊടുക്കും. ഒന്നെങ്കിൽ അനുക്കുട്ടീനെ കൊണ്ട് വെട്ടിക്കുക, അല്ലെങ്കിൽ അവൾ തനിയെ വെട്ടും. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നേ. പിന്നെ +1ഉം +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് ആയി കഴിഞ്ഞാണ് അവളിങ്ങനെ മുടി വെട്ടിയിടാൻ തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് വളരുന്ന മുടിയുമാണ്, പക്ഷേ അതനുസരിച്ച് അവൾ മുടി വെട്ടിക്കളയുകയും ചെയ്യും. ഞാൻ പിന്നെ കാച്ചെണ്ണയൊക്കെ പുരട്ടി കൊടുക്കാറുണ്ട്. ചില സമയത്തൊക്കെ അവൾ എണ്ണ പുരട്ടും, അല്ലാത്തപ്പോഴൊക്കെ ഇതുപോലെ എണ്ണ വയ്ക്കുക. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ എണ്ണ വയ്ക്കാറില്ലല്ലോ അല്ലേ. അപ്പോൾ ദേ ചേട്ടായി കടയിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് ചോറിനുള്ള കറി ഉണ്ടാക്കി വെക്കണം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല കേട്ടോ, ചോറ് വയ്ക്കണ്ട, ചോറ് ഇരിപ്പുണ്ട്, പിന്നെ ഉച്ചയ്ക്കത്തെ കുറച്ച് കറിയുണ്ട്. അപ്പോൾ അതേ മക്കൾ രണ്ടുപേരും കൂടെ ചെയ്തോളാമെന്ന് പറഞ്ഞു, കറി ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ച് അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടാ. പിന്നെ അതേ കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ട അരിഞ്ഞു വെച്ചതും മല്ലിയിലയൊക്കെ ഇട്ട് ഇവിടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ചൊല്ലും. അതിനുശേഷം പിന്നെ മക്കൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടാവും, അവരങ്ങനെ റൂമിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കാണും അവിടെ ഇരുന്ന്. പിന്നെ ഒരു 7:30-ക്കൊരു സീരിയലുണ്ട് ചെമ്പനീർ പൂവ്, അത് ഞാൻ കാണാറുള്ളതാണ്. അത് കണ്ട് കഴിയുമ്പോഴത്തേക്ക് 8 മണിയാവും. പിന്നെ ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കും, മുറ്റത്ത് കുറച്ച് നേരം നടക്കും. കിടക്കുമ്പോൾ ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീട്ടിൽ കാണാം. അതുവരേക്കും ടാറ്റാ.